അപ്പോൾ അതുകൊണ്ട് ദുന്യാവിലെ നേട്ടങ്ങളെ അതാണ് എല്ലാം എന്ന് വിചാരിക്കുന്ന അവസ്ഥയ്ക്ക് ഇന്ന് മൊത്തത്തിൽ ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. റബ്ബ് കൊടുക്കുന്ന ശിക്ഷയായിട്ടാണ് മുൻഗാമിലെ പലരും പറഞ്ഞത്. ദുന്യാവുമായി കണക്ഷൻ ഉണ്ടാവുക, ഭരണാധികാരിയുമായി കണക്ഷൻ ഉണ്ടാവുക എന്നൊക്കെ ദുന്യാവിൽ അള്ളാഹ് കൊടുക്കുന്ന അലാബായിട്ട് പോലും ഇമാം ഷാത്തിബിയൊക്കെ രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കുന്നു. വല്ലാഹു അഅലം. അത് ഭരണാധികാരികളെ പിന്നാലെ കൂടുക, ഓലെ വാതിൽക്കൽ ചെന്ന് നിൽക്കുക, ഓരോരുത്തർ വല്ലതും കിട്ടണമൊക്കെ വാങ്ങാൻ വേണ്ടി ഇങ്ങനെ അതിന് ഭയങ്കരമായി താല്പര്യം കാണിക്കുക, അത് ദുന്യാവിൽ അള്ളാഹ് കൊടുക്കുന്ന അലാബാകുന്നു എന്നാണ് ഇമാം ഷാത്തിബിയൊക്കെ പ്രത്യേകമായി സൂഫികളെ പറ്റി പറയുമ്പോൾ പറയുന്നുണ്ട്. സൂഫികൾക്ക് എത്തിപ്പെട്ട പോലെ ഒരു ഏറ്റവും വലിയ നിന്ദത എന്ന് പറഞ്ഞുകൊണ്ട് ഭരണാധികാരത്തെ പറ്റി അവിടെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി അതിനു വേണ്ടി ഇങ്ങനെ കയ്യിൽ നിന്നിട്ട് നിൽക്കുന്ന അവസ്ഥയ്ക്ക് വരെയൊക്കെ എത്തി. അതിലും വലിയ അതാപിഞ്ഞ് വേറെ എന്താ ഉള്ളത് എന്ന് വരെ അന്നത്തെ അവസ്ഥയിലൊക്കെ പറഞ്ഞത് കാണാൻ കഴിയും. സൂഫീസ് അപ്പം കുറേക്കല്ല, സൂഫീസം കൂടിക്കാണ്. നമ്മളാ വയ്ക്കുന്നത് പോകുന്നത് നമ്മൾ അറിയണില്ല എന്നുള്ളൂ. സൂഫിസം കൂടിക്കാണ്. പുതിയ പുതിയ കണ്ടമാനം ത്വരീഖത്ത് വരുന്ന ധാരാളം ആളുകൾ ബൈഅത്ത് ചെയ്യുന്നു. ഒരുപാട് വളരെ വിശാലമായ ലോകമാണ് ഇപ്പോൾ അതിൻ്റെ മറവിലൊക്കെ ഉള്ളത്. പക്ഷേ ഇന്നത് ബിസിനസ് നെറ്റ്വർക്ക് മാത്രം, പഴയ മുതലില്ല. മുമ്പ് ഇത് ആത്മാർത്ഥം ചെയ്യുന്നു, ഇന്ന് അതൊക്കെ കച്ചവടങ്ങളാണ്. അത് ഒരു പിന്നെ ചെയിൻ വഴി ഓരോ കുറേ ബിസിനസ് കാര്യങ്ങൾ അതാണ് ഇപ്പോൾ ഇതിലൊക്കെ നടക്കുന്നത്. ധാരാളം പുതിയ പുതിയ ത്വരീഖത്തുണ്ട്, ധാരാളം ആളുകൾ പുതുതായിട്ട് പോയി ബൈഅത്ത് ചെയ്യുന്നുണ്ട്, പുതിയ ധാരാളം ആസ്ഥാനങ്ങൾ അവരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സൂഫി ഖാൻഖാഹുകൾ നമ്മളൊക്കെ പരിസരത്തിന് ഇഷ്ടംപോലെ. ഇപ്പോൾ ഇവിടെ കുണ്ടോട്ടിലാണ് മറ്റേ ഏറ്റവും വലിയ ഓരോ കേന്ദ്രം, എയർപോർട്ടുകൾ പോകുന്ന വഴിയിൽ അവിടെയാണ് ഇപ്പോൾ ഈ പിന്നെ എന്താണ് നുരിശ ത്വരീഖത്തിൻ്റെ ഏറ്റവും വലിയ ഷെയ്ഖ്. അവിടെ ഒരു വലിയൊരു കൊട്ടാരം പോലെ വമ്പം വീടൊക്കെ കയറ്റി അവിടെ പോലെ എല്ലാ സംവിധാനം അവിടെ നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ പാണക്കാട് മറ്റേ എന്താണ് ഖാൻഖാ ആരിഫിയ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോലെ വലിയൊരു കേന്ദ്രം. അപ്പം ഇങ്ങനെ ഇഷ്ടംപോലെ ഈ ഭാഗത്തൊക്കെ അവരിത് വന്നിട്ട് ഒരുപാട് സ്ഥലത്തുണ്ട്. ഇപ്പോൾ പിന്നെ നക്ഷബന്ധിൻ്റെ ഇവിടെ കീശേരി, നക്ഷബന്ധി ത്വരീഖത്തിൻ്റെ ഏറ്റവും വലിയ ആസ്ഥാനം കീശേരിയിലാണ്. അവർക്ക് അവിടെ സ്കൂൾ അവർക്കുണ്ട്. അതിൻ്റെ പേരിൽ സ്കൂളും മദ്രസയും ഓഡിറ്റോറിയം അടക്കം എല്ലാ സംവിധാനവും അവർക്ക് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഇപ്പം ഉണ്ട്. അപ്പം രണ്ട് കാര്യം നബി പറഞ്ഞിട്ട്, ഒന്ന് ഇസ്ഹദ് ഫി ദുനിയാ യുഹിബ്ബുക്കല്ലാഹ്, ദുനിയാവിൻ്റെ കാര്യത്തിൽ നീ വിരക്തി കാണിക്കുക എങ്കിൽ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും. വസ്ഹദ് ഫീമാ ഇൻദന്നാസ്, ജനങ്ങളുടെ കൈവശമുള്ളതിലും നീ വിരക്തി കാണിക്കുക എങ്കിൽ യുഹിബ്ബുക്കന്നാസ്, ജനങ്ങളും നിന്നെ ഇഷ്ടപ്പെടും. അപ്പം ഇതാണ് ചോദിച്ചത്. എനിക്ക് ഒരു അമൽ പറഞ്ഞു തരണം, അത് പ്രാവർത്തികമാക്കിയാൽ അള്ളാഹ്ക്കും എന്നെ ഇഷ്ടമാകും, ജനങ്ങൾക്കും എന്നെ ഇഷ്ടമാകും. അപ്പം അതിനുള്ള വഴി പറഞ്ഞെടുത്തതാണ്. ദുനിയാവിൽ താല്പര്യം കുറയ്ക്കുക എങ്കിൽ അള്ളാഹ്ക്ക് ഇഷ്ടമാകും, ജനങ്ങളുടെ കൈവശമുള്ളതിലും താല്പര്യം കുറയ്ക്കുക എങ്കിൽ ജനങ്ങൾക്കും എന്നോട് ഇഷ്ടമാകും. എപ്പോഴും വന്ന് നമ്മോട് ഓരോന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഇഷ്ടമല്ല ഉണ്ടാവല്. ഇത് ശല്യമായിട്ട് തോന്നുക. അത് വരുമ്പോൾ തന്നെ മറ്റേ കൈ വരുന്നുണ്ട്, ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും ഓരോരോ പയ്യരം പറഞ്ഞുകൊണ്ട്. എന്താണ് ഏതുള്ളവനും എത്ര കൊടുക്കണവനും അതാണ് ആലോചിക്കുക. അപ്പം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നല്ലത്. അയാൾ യാതൊരു ശല്യവുമില്ല, അയാൾ കൊടുത്താലും കൂടി വാങ്ങൂല എന്ന് പറഞ്ഞാൽ അയാൾ വലിയ ഇഷ്ടമായിക്കണം. കൊടുത്താൽ പോലും അയാൾ സംഗതി വാങ്ങൂല എന്നാണെങ്കിൽ അയാൾ വലിയ ഇഷ്ടമാണ്. മറ്റത് ഒക്കെ തിരക്കില്ല, ഒക്കെ നമുക്കറിയാം അതൊക്കെ ഇപ്പോൾ വല്ലതും കിട്ടാൻ വേണ്ടിയാണ് എന്ന് പൊതുവെ പറയും. അപ്പം ജനങ്ങളെ കയ്യിലുള്ളതിൽ നീ വിരക്തി കാണിക്കുക എങ്കിൽ ജനങ്ങൾക്ക് നിന്നെ ഇഷ്ടമാകും. ഇബ്നു മാജ